വീണ ജോർജ് ആറന്മുളയിൽ ശക്തമായ ത്രികോണ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. അവിടെ നിലവിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? വീണ ജോർജ്, കേരളത്തിന്റെ ആരോഗ്യമന്ത്രി, കടുത്ത സൈബർ അധിക്ഷേപത്തിന് വിധേയയാവുകയാണ്. അവരുടെ പോസ്റ്റുകൾക്ക് കീഴിൽ, അവർക്ക് വേണ്ടി നടത്തുന്ന പ്രചാരണ പോസ്റ്റുകൾക്ക് കീഴിൽ അസഭ്യവും അശ്ലീലവും വാരി വിതറുകയാണ് ഈ നാട്ടിലെ സാമൂഹ്യ വിരുദ്ധർ. അവർക്ക് പേരില്ല, അവർക്ക് ശരി, ഈ കേസുമായി ബന്ധപ്പെട്ട പേരുകളുണ്ട്. CPM കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഒരു സുരേഷ് കുമാർ, ഒരു ജോൺസൺ, ഒരു ഡോൺ സുനി, ഒരു മജീദ്, ഒരു എർത്തൻ സ്കൈ, ഇത്രയും വിദഗ്ധന്മാരെ കുറിച്ചാണ് അതിൽ ആ കേസിൽ പരാമർശിച്ചിരിക്കുന്നത്, കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്, പ്രൊഫൈൽ ലിങ്കുകൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവരാരും ഒറിജിനൽ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവർക്ക് എല്ലാവർക്കും പൊതു സ്വഭാവവും പൊതുമുഖവും പൊതു രീതിയുമാണുള്ളത്. എന്തൊക്കെ അശ്ലീലമാണ് എഴുതി വെച്ചിരിക്കുന്നതെന്നറിയാമോ? എനിക്ക് പറയാൻ കഴിയാത്ത തരത്തിലുള്ള അശ്ലീലമാണ് എഴുതി വെച്ചിരിക്കുന്നത്. മാത്രമല്ല, വീണ ജോർജിനെതിരെ രാഷ്ട്രീയ വൈരം മൂത്ത് ഈ പറയുന്ന അശ്ലീല പ്രചാരണം നടത്തുന്ന മനുഷ്യന്മാർ അവർ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിക്കാൻ പോയ ഇടങ്ങളിലെ മനുഷ്യരെ ജാതീയമായി അധിക്ഷേപിക്കുക. അവര് ചില ഉന്നതികളിലേക്ക് വോട്ട് ചോദിക്കാൻ പോയി, അവിടെയുള്ള മനുഷ്യരെ ജാതീയമായി പരാമർശിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് ഉണ്ടാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ദുഷിച്ചു പോയിട്ടുണ്ട് ഈ പ്രചാരണ രംഗം, ഈ തെരഞ്ഞെടുപ്പ് രംഗമെന്ന്. ആ നിലയ്ക്കുള്ള അക്രമങ്ങളാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിനെ പുതിയ രീതിയിൽ നമ്മൾ ആവിഷ്കരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇതൊന്നും വെച്ച് പൊറിപ്പിക്കാൻ കഴിയുന്ന തരത്തിലല്ല ജനാധിപത്യം മുന്നോട്ട് പോകേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അഡ്വക്കേറ്റ് അബിൻ വർക്കിയാണ് അവിടെ ആറന്മുളയിൽ UDF സ്ഥാനാർത്ഥി. അബിൻ വർക്കി 2 തരത്തിലുള്ള പ്രതികരണം ഇന്ന് നടത്തിയിട്ടുണ്ട്. ഒന്ന്, സൈബർ അധിക്ഷേപം നടത്തുന്നത് ആരാണ് എങ്കിലും അതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല എന്നുള്ളത്. രണ്ടാമത്തെ പ്രതികരണം, ഇത് 2ാമത്തെ നാടകമാണ് എന്നുള്ളതാണ്. അതെങ്ങനെയാണ് അത് 2ാമത്തെ നാടകമായി മാറുക? അതായത് ഈ സ്ക്രീൻഷോട്ടുകൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും കാണാൻ കഴിയുന്നതാണ്. അവിടെ പോസ്റ്റുകളിൽ ഇപ്പോഴും ആ ലിങ്കുകളിൽ ഈ പറയുന്ന കമന്റുകൾ അവശേഷിക്കുന്നുണ്ട്. അതിനെ ഖണ്ഡിക്കുകയാണ് വേണ്ടത്, അതിനെ തള്ളിപ്പറയുകയാണ് വേണ്ടത്. അത് അബിൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊപ്പം അതൊരു നാടകമാണ് എന്ന രീതിയിൽ പറയാൻ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലിജു പ്രതിഭയ്ക്കെതിരെ അതിക്രമം ഉണ്ടായ സമയത്ത്, അവർക്കെതിരെ അധിക്ഷേപം ഉണ്ടായ സമയത്ത് എന്താ പറഞ്ഞത്? ഈ പറയുന്ന മുഖങ്ങളെ അല്ല, ഉത്തരവാദിത്തപ്പെട്ട UDF ജില്ലാ കൺവീനറെ അദ്ദേഹം തള്ളിപ്പറയുന്നത് നമ്മൾ കണ്ടില്ലേ? ആ നിലയ്ക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ ചെറുപ്പക്കാരനായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന് കഴിയാതെ പോയത് എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്.